Hello guys, I am Rahul Raj. Welcome back to my channel unboxingjoe. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ ഫോണിലെ ബാറ്ററി ലൈഫ് എങ്ങനെ നമുക്ക് നിലനിർത്താനാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പലപ്പോഴും മാർക്കറ്റിൽ നിന്ന് 5000 mAh ഉള്ളത് 4000 mAh ഉള്ള ഫോണുകളെല്ലാം വാങ്ങിയിരിക്കാം. കമ്പനി പറയും 2 days ബാറ്ററി ലൈഫ്. പക്ഷെ നിങ്ങൾക്ക് 2 days ബാറ്ററി ലൈഫ് ആദ്യം കുറച്ച് ദിവസം കിട്ടും, പിന്നീട് ഒരിക്കലും അത് കിട്ടില്ല. അത് എന്തുകൊണ്ടാണ്? നമ്മൾ നമ്മുടെ ഫോണിൽ ചെയ്തു വെക്കുന്ന മിസ്റ്റേക്ക് മൂലമാണ് നമ്മുടെ ഫോണിൽ ബാറ്ററി ലൈഫ് കിട്ടാത്തത്. അപ്പോൾ ഈ മിസ്റ്റേക്ക് നിങ്ങൾ പരമാവധി നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫോണിൻ്റെ ബാറ്ററി ലൈഫ് നിങ്ങൾക്ക് നിലനിർത്താൻ പറ്റും. അതിനായിട്ട് ഞാൻ 9 ട്രിക്കുകളാണ് പറഞ്ഞിരുന്നത്. ഈ 9 ട്രിക്കുകളും ശ്രദ്ധിച്ച് കേട്ടോണം, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ മാക്സിമം സോ ഗൈസ്, ഇതിൻ്റെ എല്ലാം സ്ക്രീൻ റെക്കോർഡ് നിങ്ങൾക്ക് ഈ സൈഡിൽ കാണാം. അപ്പോൾ ഞാൻ 9 പോയിന്റിലെ ഫസ്റ്റ് പോയിന്റ് ആണ് പറയാൻ പോകുന്നത്. ആപ്പ് നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞ പോയിന്റാണ്. ഫസ്റ്റിലെ നമ്മുടെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ കുറേ ആപ്ലിക്കേഷൻ താഴോട്ട് കിടക്കുന്നതാണ്. അതിനകത്ത് നമ്മൾ ഗൂഗിൾ ക്രോമിൻ്റെ ഷോ നോട്ടിഫിക്കേഷൻ നമ്മൾ ഓഫ് ചെയ്തിട്ട് ഷോ നോട്ടിഫിക്കേഷൻ ആണെന്ന് പറഞ്ഞാൽ ഓഫ് ചെയ്തിടുക. രണ്ടാമത് ഇൻസ്റ്റാഗ്രാമിലെ ഓപ്ഷൻസും ഓഫ് ചെയ്തിടുക. അതിനുശേഷം രണ്ടാമത്തെ പോയിന്റാണ് നമ്മുടെ വാൾപേപ്പർ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ലൈവ് വാൾപേപ്പർ യൂസ് ചെയ്താൽ മാത്രം നമ്മുടെ ചാർജ് പോകുന്നല്ല. ലൈവ് ആയാലും സാധാരണ കളർ വാൾപേപ്പർ യൂസ് ചെയ്താലും നമ്മുടെ ചാർജ് ഡൗൺ ആകും. കാരണം ഡിസ്പ്ലേയിൽ അത്രത്തോളം ബ്രൈറ്റ് നമ്മൾ ചെയ്യും. അപ്പോൾ നമ്മൾ തീം സെൻറ്ററിൽ പോവുക, നമ്മുടെ വാൾപേപ്പർ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ മൈ പേജ് ഡയറക്റ്റ് പോവുക. അല്ലെങ്കിൽ വാൾപേപ്പറിൽ കയറി നിങ്ങൾക്ക് വാൾപേപ്പർ ഡാർക്ക് ആയിട്ടുള്ള വാൾപേപ്പേഴ്സ് ഡൗൺലോഡ് ചെയ്യുക. ഏറ്റവും നല്ല സേഫ് എന്ന് വെച്ചാൽ ഡാർക്ക് വാൾപേപ്പറാണ്. ഡാർക്ക് വാൾപേപ്പർ നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ ഡാർക്ക് വാൾപേപ്പർ എടുത്തിട്ട് സെറ്റ് ബോത്ത് എന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഡാർക്ക് വാൾപേപ്പർ സെറ്റ് ആയിട്ടുണ്ട്. പിന്നീട് വരുന്നത് മൂന്നാമത്തെ പോയിന്റ് ബ്രൈറ്റ്നസ് ആണ്. നമ്മുടെ ബ്രൈറ്റ്നസ് ഇപ്പോൾ വെട്ടം ഉള്ളിടത്ത് വരുമ്പോൾ ബ്രൈറ്റ്നസ് കൂട്ടുക, വെട്ടം ഇല്ലാത്തടത്ത് വരുമ്പോൾ ബ്രൈറ്റ്നസ് കൊടുക്കുക. ഇത് വേണ്ട, നമുക്ക് ഓട്ടോ ബ്രൈറ്റ്നസ് ഇട്ടാൽ മതി. അത് ഏറ്റവും സേഫാണ്. ബാറ്ററിക്ക് വെട്ടത്തിനനുസരിച്ച് തനിയെ അത് കൺട്രോൾ ചെയ്തോളും. പിന്നെ നാലാമത്തെ പോയിന്റാണ് സൗണ്ട് ആൻഡ് വൈബ്രേഷൻ. ഇപ്പം ഇതുപോലുള്ള കീ ടൂൺസ് കേൾക്കാം, ജസ്റ്റ് ടാപ്പ് ചെയ്യുമ്പോൾ ഉള്ള സൗണ്ട്. ഇതിൽ സൗണ്ട് വൈബ്രേഷൻ എടുക്കുക. നമ്മളിപ്പോൾ ആൾസോ വൈബ്രേഷൻ ഓഫ് കോൾ എന്നുള്ളത് ഓഫ് ചെയ്യുക. വൈബ്രേഷൻ സൈലൻ്റ് എന്നുള്ളത് അത് ഓഫ് ചെയ്യുക. അതുപോലെ വൈബ്രേഷൻ ഓൺ ടാപ്പ് എന്ന് പറഞ്ഞത് മീഡിയത്തിൽ നിന്ന് ഓഫിൽ കൊടുക്കുക. ഇനി അഡീഷണൽ സെറ്റിംഗ്സ് എടുക്കുക. ഇവിടെ കുറേ കാര്യങ്ങൾ ഓണായി കിടക്കുന്നതാണ്. ഡയൽ പാഡ്, ടാപ്പ് സൗണ്ട്, സ്ക്രീൻ ലോക്ക് സൗണ്ട്, സ്ക്രീൻഷോട്ട് സൗണ്ട്, ഇതൊക്കെ അങ്ങ് ഓഫ് ചെയ്തിട്ടേക്കും. ഇതൊന്നും നമുക്ക് ഓൺ ചെയ്യണ്ട. ജസ്റ്റ് ഇതൊക്കെ വർക്കിംഗ് ആകുമ്പോഴും നമ്മുടെ സൗണ്ടിനനുസരിച്ച് തന്നെ നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി ഡൗൺ ആയിക്കൊണ്ടിരിക്കും. അതിനുശേഷം നമ്മുടെ അഞ്ചാമത്തെ സെറ്റിംഗ്സ് ആണ് GPS ആൻഡ് വൈഫൈ. GPS ആൻഡ് വൈഫൈ എടുക്കണമെങ്കിൽ നമ്മൾ ജസ്റ്റ് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. ലൊക്കേഷൻ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുക. ജസ്റ്റ് സെർച്ച് ശേഷം ലൊക്കേഷൻ വരുന്നതാണ്. ലൊക്കേഷൻ വരുമ്പോൾ ആ ലൊക്കേഷനിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ ബാറ്ററി സേവിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് ഡിവൈസ് ഓൺലി ആക്കി ഇടുക. ആറാമത്തെ പോയിന്റാണ് റീഡിംഗ് മോഡ്. ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നൈറ്റിൽ മാത്രം റീഡിംഗ് മോഡ് യൂസ് ചെയ്യുക. അല്ലാത്ത രീതിയിൽ റീഡിംഗ് മോഡൊന്നും നമ്മൾ യൂസ് ചെയ്യണ്ട. നൈറ്റ് സമയത്ത് ഇപ്പോൾ ഇരുട്ടത്തൊക്കെ നമ്മൾക്ക് എന്തെങ്കിലും വായിക്കാൻ പറ്റില്ലെങ്കിൽ ആ സമയത്ത് റീഡിംഗ് മോഡ് യൂസ് ചെയ്യുക. അല്ലാത്ത സമയത്ത് റീഡിംഗ് മോഡ് നമ്മൾ യൂസ് ചെയ്യണ്ട. റീഡിംഗ് മോഡ് ഓഫിൽ തന്നെ ഇട്ടേക്കോ. ഇപ്പം ഞാൻ ഓൾറെഡി ഇവിടെ ഓഫ് ആക്കി തന്നെ ഇട്ടേക്കുവാണ്. റീഡിംഗ് മോഡ് ഓഫിൽ തന്നെ ഇടുക. റീഡിംഗ് മോഡ് ഓൺ ആയി കിടക്കും. ഇത് ചാർജ് നല്ലോണം ഡൗൺ ആവും. പെട്ടെന്ന് ചാർജ് ബാറ്ററി നല്ല വൃത്തിക്ക് ഡൗൺ ആയിക്കൊണ്ടിരിക്കും റീഡിംഗ് മോഡ് ഇട്ടാൽ. ഏഴാമത്തെ പോയിന്റാണ് സ്ക്രീൻ ടൈം ഔട്ട്. നമ്മുടെ സ്ക്രീൻ ടൈം ഔട്ട് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ലോക്ക് സ്ക്രീൻ എടുക്കുക. സ്ലീപ്പിംഗ് എന്ന മോഡലിൽ 5 മിനിറ്റ് കിടക്കേണ്ട, അത് നേരെ 15 സെക്കൻഡ് ആക്കി കൊടുക്കുക. 15 സെക്കൻഡ് ആക്കി ഇടുമെങ്കിൽ ഏറ്റവും നല്ലതാണ്. നിങ്ങളുടെ സ്ക്രീൻ ടൈം ഔട്ട് കുറച്ചിടുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ ജസ്റ്റ് നമ്മളിപ്പോൾ ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചാർജ് പോകും. അല്ലെങ്കിൽ ഫോൺ ഉപയോഗിച്ചിട്ട് നമ്മൾ അവിടെ ജസ്റ്റ് സ്ക്രീൻ ഓഫ് ആക്കാതെ വെക്കുകയാണെങ്കിൽ 10 മിനിറ്റ് ഇടുമെങ്കിൽ 10 മിനിറ്റ് കഴിയാതെ ആ സ്ക്രീൻ ഓഫ് ആവത്തില്ല. അത്രയും നേരം നമ്മുടെ ചാർജ് വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കും. പിന്നീട് വരുന്നത് ബാറ്ററി സേർവർ നമ്മൾ ഓൺ ആക്കി ഇടുക. കാര്യം എപ്പോഴും നല്ലതാണ് ബാറ്ററി സേർവർ ഇടുന്നത്. ബാറ്ററി സേർവർ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ടിൽ അനാവശ്യമായി മറ്റൊരു ആപ്ലിക്കേഷനും റൺ ആവത്തില്ല. നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ ഏതാണോ അത് മാത്രമേ റൺ ആവത്തുള്ളൂ. അല്ലാതെ വേറൊരു ആപ്ലിക്കേഷനും ബാക്ക്ഗ്രൗണ്ടിൽ കിടന്ന് റൺ ആവില്ല. അതുകൊണ്ട് ബാറ്ററി സേർവർ ഇടുന്നത് ഏറ്റവും നല്ലതാണ്. പിന്നീട് അവസാനത്തെ പോയിന്റാണ് 9ാമത്തെ ഡാർക്ക് മോഡ്.
ഏറ്റവും നല്ലൊരു കാര്യമാണ്. അപ്ഡേറ്റിലെ ഡാർക്ക് മോഡ് ഉള്ളതും നല്ലതാണ്. ഡാർക്ക് മോഡ് ഇല്ലാത്ത ഫോണിൽ നമുക്ക് ഡാർക്ക് മോഡ് ഇനേബിൾ ചെയ്യാൻ പറ്റും. അത് പ്ലേ സ്റ്റോറിൽ ഡാർക്ക് മോഡ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഉണ്ട്. അത് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങൾക്ക് ഡാർക്ക് മോഡ് ഇനേബിൾ ചെയ്തിടാൻ പറ്റുന്നതാണ്. അല്ലാത്ത പക്ഷം ഡാർക്ക് മോഡിലുള്ള ഫോണിലൊക്കെ നമ്മൾ ഡാർക്ക് മോഡ് ഇനേബിൾ ചെയ്ത് തന്നെ ഇടുക. ഡാർക്ക് മോഡിൽ തന്നെ ഇടുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഡാർക്ക് മോഡ് ജസ്റ്റ് ഇനേബിൾ ചെയ്തു നമ്മൾ സ്റ്റാറ്റസ് ബാർ ഓപ്പൺ ചെയ്തിട്ട് ഡാർക്ക് മോഡ് ഇനേബിൾ ചെയ്തു. ഡാർക്ക് മോഡിൽ നമ്മുടെ ഫോൺ കിടക്കുവാണെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് ഫോണിൻ്റെ ബാറ്ററി ചാർജിനെ സേവ് ചെയ്ത് വെക്കാൻ പറ്റും. ചാർജ് ഒരുപാട് വേസ്റ്റ് ആവില്ല. ഡാർക്ക് മോഡ് ഇനേബിൾ ചെയ്തിടും. ഇപ്പം നിങ്ങളുടെ ഫോണിനകത്ത് എല്ലാം നിങ്ങൾക്ക് ബാറ്ററിക്ക് സേഫ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ചെയ്യുക. അപ്പോൾ ഇത് മാക്സിമം പ്രയോജനപ്പെട്ടു ഹെൽപ്ഫുൾ ആയെങ്കിൽ ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ വന്ന് കമൻറ്റ് ചെയ്യുക. ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെങ്കിൽ എങ്കിൽ മാത്രമേ ഞാൻ ഇനി ഇതുപോലെയുള്ള നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന രീതിയിലുള്ള വീഡിയോസ് ഞാൻ കണ്ടെത്തി നിങ്ങൾക്ക് ഇതിനകത്ത് ഇടാൻ. എനിവേ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വളരെയധികം നല്ലൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ ഇതുപോലെല്ലാം നിങ്ങളുടെ ഫോണിൽ ട്രൈ ചെയ്തിടുക. അപ്പോൾ നിങ്ങളുടെ ഫോണിനകത്തെ ബാറ്ററി നിങ്ങൾക്ക് സേവ് ചെയ്തിടാൻ പറ്റും. ഒരുപാട് ബാറ്ററി വേസ്റ്റ് ആവത്തില്ല. ബാറ്ററി ലൈഫ് നമുക്ക് ഒരുപാട് രീതിയിൽ സേവ് ചെയ്തിടാൻ പറ്റും. അപ്പോൾ അടുത്തൊരു ടെക്നോളജി വീഡിയോ കാണാം.